ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച ശ്രീമദ് നാരായണീയത്തിലെ 1-ാം ദശകം ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും ഭാഗം 2 ശ്ലോകം 3 സത്വം യതത് പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം തത് സ്വച്ഛത്വാദ് യദച്ഛാദിത പരസുഖചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. അർത്ഥം: ഭഗവാനെ, അങ്ങയുടെ ശരീരം പ്രകൃതിയിലെ രജോ ഗുണവും തമോ ഗുണവും ഒട്ടും കലരാത്ത ശുദ്ധസത്വഗുണത്താൽ നിർമ്മിതമാണ്. ഈ ശുദ്ധസത്വം തന്നെയാണ് അങ്ങയുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളും അവയവങ്ങളുമായി മാറിയിരിക്കുന്നത് എന്ന് വ്യാസഭഗവാന്റെ പുരാണവചനങ്ങൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നുണ്ട്. അങ്ങയുടെ ശരീരം അതീവ നിർമ്മലമായതുകൊണ്ട് പരമാത്മാവിന്റെ ഉള്ളിലുള്ള പരമാനന്ദവും ജ്ഞാനവും ആ രൂപത്തിലൂടെ പുറത്തേക്ക് പ്രകാശിക്കുന്നു. വേദങ്ങൾ ഓതുന്നവർക്കും സാധാരണക്കാരുടെ ബുദ്ധിക്കും ഒരുപോലെ മധുരമായ, മനസ്സിൽ എളുപ്പത്തിൽ വിചാരിക്കാൻ കഴിയുന്ന അങ്ങയുടെ ഈ മനോഹര രൂപത്തിൽ ഭാഗ്യവാന്മാരായ ഭക്തർ എപ്പോഴും മുഴുകിയിരിക്കുന്നു. നമ്മുടെയെല്ലാം ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയുടെ 3 ഗുണങ്ങൾ: സത്വം, ശാന്തത; രജസ്, അഹങ്കാരം, പ്രവൃത്തി; തമസ്, അലസത, അജ്ഞാനം കലർന്നാണ്. അതുകൊണ്ട് നമുക്ക് ജനനവും മരണവും ദുഃഖവുമുണ്ട്. എന്നാൽ ഭഗവാന്റെ ശരീരം അങ്ങനെയല്ല. അത് ശുദ്ധസത്വമയമാണ്. തുളച്ചു കാണുന്ന പ്രകാശം. ഒരു കട്ടിപ്പരപ്പുള്ള തുണി വെച്ച് ലൈറ്റ് മറച്ചാൽ വെളിച്ചം പുറത്തേക്ക് വരില്ല. എന്നാൽ ഒരു തെളിഞ്ഞ ഗ്ലാസ് പാത്രത്തിനുള്ളിൽ വിളക്ക് വെച്ചാൽ വെളിച്ചം പുറത്തേക്ക് പ്രകാശിക്കും. ഭഗവാന്റെ ശരീരം ആ തെളിഞ്ഞ ഗ്ലാസ് പോലെയാണ്. അതിനുള്ളിലിരിക്കുന്നത് പരബ്രഹ്മത്തിന്റെ ആനന്ദവും ജ്ഞാനവുമാണ്. ആ രൂപം കാണുമ്പോൾ തന്നെ ഭക്തന് ഉള്ളിൽ ആനന്ദം അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. സുഗ്രഹേ വിഗ്രഹേ. സാധാരണക്കാർക്ക് നിരാകാരമായ അഥവാ രൂപമില്ലാത്ത ബ്രഹ്മത്തെ ധ്യാനിക്കാൻ കഴിയില്ല. അതിനാണ് ഭഗവാൻ ഗുരുവായൂരിൽ മനോഹരമായ ഒരു സാകാര രൂപം സ്വീകരിച്ചിരിക്കുന്നത്. ഭക്തർക്ക് എളുപ്പത്തിൽ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന രൂപമാണത്. ആ രൂപത്തെ ധ്യാനിക്കാൻ കഴിയുന്നവരാണ് ഈ ലോകത്തിലെ യഥാർത്ഥ ഭാഗ്യവാന്മാർ എന്ന് ഭട്ടതിരി സമർത്ഥിക്കുന്നു. ശ്ലോകം 4 നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസ തുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. അർത്ഥം: ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ പരമാത്മ സ്വരൂപം ഒട്ടും ഇളക്കമില്ലാത്തതും എപ്പോഴും പൂർണ്ണമായതും അതിരുകളില്ലാത്ത ആനന്ദമാകുന്ന അമൃതിന്റെ രൂപവുമാണ്. പ്രളയകാലത്ത് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയിൽ വന്ന് ലയിക്കുമ്പോഴും അങ്ങ് പരമാനന്ദ രൂപിയായി വിളങ്ങുന്നു. സ്വർണം കൊണ്ട് മാതള നാരങ്ങയോ മറ്റ് ആഭരണങ്ങളോ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉള്ളിലും പുറത്തും സ്വർണം മാത്രമായിരിക്കുന്നത് പോലെ ഈ കാണുന്ന ലോകത്തിലെ എല്ലാ ചരാചരങ്ങളിലും ബ്രഹ്മമായി നിറഞ്ഞു നിൽക്കുന്നത് അങ്ങ് മാത്രമാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ദിവ്യമായ ചൈതന്യം എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും വേരോടെ മാറ്റിത്തരട്ടെ. നാരായണീയത്തിലെ ഏറ്റവും ശക്തിയേറിയ രോഗശാന്തി മന്ത്രമായിട്ടാണ് ഈ 4-ാം ശ്ലോകം കണക്കാക്കപ്പെടുന്നത്. ഭട്ടതിരി ഇവയെ അതീവ മനോഹരമായ ഒരു ശാസ്ത്രീയ ഉപമയാണ് നൽകുന്നത്. മാതുലങ്കാദിഷു കനകമിവ. സ്വർണം കൊണ്ടൊരു മാതള നാരങ്ങയുടെ രൂപമുണ്ടാക്കിയാൽ അതിൻ്റെ പുറന്തോട് നോക്കുമ്പോൾ അത് പഴമായി തോന്നാം. എന്നാൽ അതിൻ്റെ ഉള്ളിലും പുറത്തും അടങ്ങിയിരിക്കുന്ന ഒരേയൊരു സത്യം സ്വർണമാണ്. അതുപോലെ
ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനായും മൃഗമായും മരമായും തൂണായും തുരുമ്പായും കാണപ്പെടുന്ന എല്ലാറ്റിൻ്റെയും ഉള്ളിലെ യഥാർത്ഥ സത്യം ഭഗവാൻ അഥവാ ബ്രഹ്മം മാത്രമാണ്. രോഗശാന്തിയുടെ രഹസ്യം. എന്റെ ശരീരവും അങ്ങയുടെ ആ ബ്രഹ്മചൈതന്യത്തിന്റെ മറ്റൊരു രൂപം മാത്രമാണ്. അങ്ങനെയെങ്കിൽ എന്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന രോഗവും അങ്ങയുടെ ചൈതന്യത്തിനു മുന്നിൽ നിസ്സാരമാണ്. സർവവ്യാപിയായ ആ പരമാനന്ദമൂർത്തി വിചാരിച്ചാൽ എന്റെ ഈ കഠിനമായ വാതരോഗം മാറാൻ നിമിഷനേരം മതിയെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ഭട്ടതിരി ഭഗവാന്റെ പാദങ്ങളിൽ അഭയം ചോദിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ.